വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ അർമേനിയയുടെ തേർഡ് പാർട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇച്ചിരി വൈകിയല്ലേ? മോർണിംഗ് അർമേനിയ. ഇത് ഞങ്ങൾ തേർഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ ഇവിടെ അങ്ങനെ റോട്ടിൽ കൂടെ പകൽ വെളിച്ചത്തിൽ നടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രം ഒന്ന് പുറത്തിറങ്ങിയതാണ്. അതുപോലെ ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണാം. ഓക്കെ, ഞങ്ങൾ തേർഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ റിട്ടേൺ ആണ്. ഇന്ന് രാത്രി ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ റിട്ടേൺ ആണ്. വെറൈറ്റി ഓഫ് ഐറ്റംസ്. എന്താ കഴിക്കണേ? പറയൂ. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. വീട്ടിൽ ട്രൈ ചെയ്യും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കഴിക്കാൻ സമ്മതിക്കുമെന്ന്. അപ്പൊ ചെക്കൗട്ട് ചെയ്ത് യരവനോട് ടാറ്റയും പറഞ്ഞു നമ്മൾ പോവാ. അതല്ല, ഇത് കുഴപ്പമില്ല കേട്ടോ ബാലോട്ടാ. ഇഷ്ടപ്പെട്ടെ. അതല്ല, വേണ്ട, ഇട്ടായില്ലോ. ഇട്ടായോ കുട്ടാ? അർമേനിയയിലെ തേർഡ് ഡേ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിന്ന് ഫസ്റ്റ് പോകുന്നത് ബ്രാൻഡി ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. ബ്രാൻഡി ഫാക്ടറിയുടെ ഒരു ടൂർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാൻഡി ടേസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ബ്രാൻഡി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടാവുമെന്ന്. കിക്കടിച്ച് വിടുമെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ദേ ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ ബ്രാൻഡി ഫാക്ടറി. 1887 മുതലുള്ളതാണ്. ഇപ്പം അതൊരു ബ്രാൻഡി ഷോപ്പ്, ഒരു മ്യൂസിയം, ബ്രാൻഡി ടേസ്റ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, 2 ബ്രാൻഡി ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും. ഒന്ന് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഒന്ന് അത്രയും സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവർ നന്നായിട്ട് ആ സ്മെല്ല് ഉള്ളിലോട്ട് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് നല്ല സ്ട്രോങ് ഉള്ളതാണ് നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും എക്സ്പ്രഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നാം ഒന്ന് പോയിട്ട് അടുത്തത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചോക്ലേറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ 2 സിപ്പ് അടിച്ചിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബ്രാൻഡി ടേസ്റ്റിംഗ് വീഡിയോസ്. ഇനി നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഓക്കെ, അബി 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 കിട്ടി. അങ്ങനെ അവിടുന്ന് നമ്മൾ പുറത്തിറങ്ങി. അവിടെ ഒരു ചെറിയ ഗാർഡൻ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ അന്നേ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വണ്ടി കയറി. അന്ന് നമുക്ക് ചെറിയൊരു മഴയും എല്ലാം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം നമ്മൾ ആ കേബിൾ കാറിൽ പോയപ്പോഴും നല്ലൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു ഒക്ടോബർ മന്തിലാണ് പോയത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ട്രഡീഷണൽ കാർപ്പറ്റ് മേക്കിംഗ് ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. ഇവിടുത്തെ മെയിൻ അവരുടെ ഒരു ജോബുകളുടെ ഒന്നാണ് ഈ കാർപ്പറ്റ് മേക്കിംഗ്. അങ്ങനെ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. കുറേ വയസ്സായ സ്ത്രീകളും എല്ലാം അവിടെ ഇരുന്ന് കാർപ്പറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. അവർ ഈ കാർപ്പറ്റ് മേക്കിങ്ങിനുള്ള നാച്ചുറൽ ബ്ലൂ കളറ് ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവരണമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം അവരവിടെ ഡിസ്ക്രൈബ് ചെയ്ത് തരുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കളേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Import from India.
from your country. Kind of stanics. Okay. And by mixing these few colors, we get about 600 new colors. നമ്മളെ നാട്ടിൽ കൈത്തറിയൊക്കെ ചെയ്യുന്നവരില്ലേ, അതുപോലെ ഭയങ്കര നാച്ചുറൽ രീതിയിൽ ഇവിടെ അവർ കാർപ്പറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൈത്തറിക്കാരാണത്, അർമേനിയൻ കൈത്തറി. ഓക്കെ. അപ്പോൾ അതിൽ എക്സ്ട്രാ പൊന്തി നിൽക്കുന്ന നൂലുകളൊക്കെ അവർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, ഭയങ്കര നാച്ചുറലായിട്ടുള്ള രീതികൾ മാത്രമേ അവർ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. മെഷീൻസോ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാതെയാണ് അവർ ഈ കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു മ്യൂസിയം പോലെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ കൊല്ലങ്ങൾ മുന്നേ ഉള്ള കാർപ്പറ്റ് വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ കാർപ്പറ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് വന്നിട്ട് ഒരു മോളിൻ്റെ ഫുഡ് കോർട്ടിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അർമേനിയയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ അത്ര ഒരു ഇഷ്യൂ വരുന്നില്ല കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ വളരെ അന്തസ്സായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് നമുക്ക് വേണ്ടതൊക്കെ കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഹോട്ടലിൽ നിന്നായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. കേക്കോ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സോ ബ്രെഡോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ ലഞ്ചാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഞാനൊരു വെജിറ്റേറിയൻ കൂടിയാണ്, എനിക്കും അവിടെ ചെന്നിട്ട് ഫുഡിൻ്റെ വലിയൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർമേനിയയിൽ വരുമ്പോൾ ഫുഡിൻ്റെ ഒരു ഇഷ്യൂ അത്രയും വരുന്നില്ല എന്ന് വേണം എനിക്ക് പറയാൻ. നമ്മൾ നല്ല ടേസ്റ്റി ചോറും കറിയൊന്നും കിട്ടണം എന്നൊന്നും പറയരുത്. നമുക്ക് അത്യാവശ്യം, ഞങ്ങളിപ്പോൾ 3 ദിവസത്തിനാണ് വന്നേ, നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയ ഫുഡൊക്കെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മളിതായിപ്പോൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അർമേനിയയിൽ വന്നിട്ട് നമ്മൾ സുവനിയറോ അങ്ങനെ എന്തെങ്കിലും ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റിലായിരുന്നു ഈ ഒരു ഷോപ്പുകൾ കുറേ എണ്ണം വരുന്നത്. നമ്മളിവിടുന്ന് കുറേ സംഭവങ്ങൾ, ഗാർണി ടെമ്പിളിൻ്റെയും അതേമാതിരി ഇന്നലെയൊക്കെ കണ്ട കുറേ മൊണാസ്ട്രികളുടെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നടന്ന് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ യെരവൻ സിറ്റിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറേ നല്ല നല്ല ബിൽഡിങ്ങുകൾ കണ്ടോ, കളേഴ്സ് കണ്ടോ നിങ്ങൾ? ഒന്നൊരു മഞ്ഞ നിറം, അത് പെയിൻ്റ് അല്ല കേട്ടോ, അത് ആ സ്റ്റോണിൻ്റെ കളറാണ്. അവിടെ കണ്ടോ ഒരു റെഡ് കളറായിട്ട്. അങ്ങനെ നല്ല നല്ല ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ബിൽഡിങ്സാണ് നമുക്കവിടെ കൂടുതലും കാണാൻ സാധിച്ചത്. അല്ലാതെ ഈ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളൊന്നും അധികം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിനി ഒരു 1400 വർഷം പുറകിലോട്ട് പോയാലോ? അതെ, ഇത് 1400 വർഷം പുറകിലോട്ട് പോയിട്ട് അത്രയും പഴയൊരു ചർച്ചാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റ് ഹ്രിപ്സിമെ ചർച്ച്. ഇത് പറയാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വോയിസ് ഓവർ ഞാൻ ഇപ്പോൾ തെറ്റിച്ചു. അപ്പോൾ ഇത് ഒരു ശവകുടീരത്തിന് മുകളിലാണ് ഈ ചർച്ച് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊരു ശവകുടീരമുണ്ട്, അത് നമുക്ക് പോയി കാണാൻ പറ്റും കേട്ടോ.
നമ്മളിവിടെ വന്നപ്പോൾ ഒരു കല്യാണം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബ്രൈഡിനെയും ഗ്രൂമിനെയും നമുക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നു. ട്രിഡേറ്റ്സ് മൂന്നാമൻ കൊലപ്പെടുത്തിയ റോമൻ കന്യകയും അർമേനിയയിലെ ക്രിസ്തീയവൽക്കരണത്തിൻ്റെ ഒരു പ്രധാന വ്യക്തിയുമായിരുന്നു ഹ്രിപ്സിമി. ഹ്രിപ്സിമിയുടെ ശവകുടീരമാണ് ഈ കാണുന്നത്. ഇതിനു മുകളിലാണ് ഈ സെയിൻറ്റ് ഹ്രിപ്സിമി ചർച്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചർച്ചിൽ നിന്ന് മെല്ലെ ഇറങ്ങാണ്. ഇനി ഒരു 2 ഡെസ്റ്റിനേഷൻ കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ അർമേനിയ യാത്ര ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഈ വലിയ കവാടം എജിമിയാസ്റ്റിൻ കത്തീഡ്രലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അർമേനിയയുടെ മദർ ചർച്ച് എന്നറിയപ്പെടുന്ന ചർച്ച് കേട്ടോ. ഇതുവരെ നമ്മൾ പോയ കത്തീഡ്രലും ചർച്ചും എല്ലാം കൂടെ മൊണാസ്ട്രി എല്ലാം കൂടെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്പേസിലാണ് ഈ ഒരു കത്തീഡ്രൽ നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു നല്ല ക്ലൈമറ്റും കൂടെ അവിടെ കിട്ടിയായിരുന്നു. ഒരു ചെറിയ മഴയൊക്കെ പെയ്ത് തോർന്നൊരു ക്ലൈമറ്റില്ലേ, ആ സമയത്ത് എല്ലാം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓരോ മരങ്ങളായാലും ഓരോ ബിൽഡിങ്സ് ആയാലും എല്ലാറ്റിൻ്റെയും കളറ്, സ്കൈയുടെ കളറ് എല്ലാം ഭയങ്കര ഡിഫറെൻറ്റാണ്. ആ ഒരു ഭംഗിയിലാണ് നമുക്ക് ഈ കത്തീഡ്രൽ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ട ചർച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചധികം മാർബിൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഇൻറ്റീരിയർ കുറച്ചധികം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നല്ല രീതിയിൽ, അതും സ്പേസും കൂടുതലാണ്. ഇതുവരെ നമ്മൾ കണ്ട ചർച്ചിനൊന്നും ഇത്രയും സ്പേസും കണ്ടിട്ടില്ല. അർമേനിയയുടെ മദർ കത്തീഡ്രൽ എന്നറിയുന്ന എജിമിയാസ്റ്റിൻ കത്തീഡ്രൽ ലോകത്തിലെ തന്നെ പഴയ ഒരു ചർച്ചാണെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സിൽ നടുക്ക ചർച്ച് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാലേ. ആ മഴ പെയ്ത തോർന്നുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, എനിക്ക് ആ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ക്ലൈമറ്റിൽ ഈ ചർച്ച് കാണാൻ പറ്റിയത് അടിപൊളിയായി. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് ആ ചർച്ചും സറൗണ്ടിങ്സും കാണാൻ വേണ്ടിയിട്ട്. നമുക്കവിടെ നടക്കാനും കാണാനും ഒക്കെ കുറേ ഏരിയ ഉണ്ടായിരുന്നു. കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തൊക്കെയോ യൂണിവേഴ്സിറ്റി അങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയുടെ ഏരിയയ്ക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്കിങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ആ ഇലകളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. മേപ്പിൾ ലീവ്സ് ഇല്ലേ, ഞാൻ അവിടുന്ന് 2 ലീവ്സൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചർച്ചിലെത്തിയിരിക്കുകയാണ്. സെൻറ്റ് ഗൈനെ ചർച്ചാണ് കേട്ടോ ഇത്. 7th സെഞ്ച്വറിയിൽ വരുന്ന ഒരു ചർച്ചാണ്. ഇവിടെ നമ്മൾ ഈ എൻ്റെ ട്രിപ്പിൽ കൂടുതലും മൊണാസ്ട്രി ചർച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് കണ്ടു. ഓരോ മൊണാസ്ട്രിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എൻ്റെ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അടുത്തുനിന്ന് ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്കും പറഞ്ഞു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതൊക്കെയാണ് ആ ചർച്ചിൻ്റെ ഒരു സറൗണ്ടിങ്സ്. ഇവിടെ നമുക്കൊരു മരത്തിൽ നിന്ന് കുറച്ച് ആപ്പിളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി, ഈവൻ സീസൺ അല്ലെങ്കിലും. അങ്ങനെ ഇതാ ഞങ്ങൾ അർമേനിയയിലെ എല്ലാ ഡെസ്റ്റിനേഷൻസും സക്സസ്ഫുള്ളായിട്ട് കവർ ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ്. ട്രിപ്പ് കഴിയുന്നതിൻ്റെ ഒരു ഹെവി ഫീലിംഗ് ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഈ ട്രിപ്പിൽ ഉണ്ടായിട്ടില്ല. അതർ ദാൻ നമ്മുടെ റേഹിൽ ബ്രോനും ഫാമിലിക്കും വരാൻ പറ്റിയില്ല എന്നുള്ളതൊരു പോയിൻ്റാണ്. അതൊരു ഭയങ്കര സങ്കടമായിരുന്നു. അല്ലാതെ നമ്മൾ അർമേനിയയിൽ എത്തിയതിൻ്റെ ശേഷം ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ട്രിപ്പ് ഇങ്ങനെ സെറ്റാക്കി തന്ന ബാലുബ്രോനും ബാലുബ്രോൻ്റെ ഫ്രണ്ടിനും ഒരു പ്രത്യേക ഷൗട്ട് ഔട്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി കേട്ടോ. അങ്ങനെ അപ്പോൾ അർമേനിയോട് ഏകദേശം ബൈ ബൈ പറയാനായി. Okay, thank you. Bye. Bye. Thank you. Merci, merci. Yeah, bye. 16 B. അങ്ങനെ അർമേനിയൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അർമേനിയനോട് ടാറ്റയും പറഞ്ഞ് പോവാണ്. അപ്പോൾ ശ്രീകുട്ട ടാറ്റ, ബൈ ബൈ അർമേനിയ. ബൈ ബൈ അർമേനിയ. ഞങ്ങൾ ഇനി മനോഹരമായ യു എയിലേക്ക് പോവാണ്. അർമേനിയേക്കാളും ഭംഗിയുള്ള യു എയിലേക്ക്. ഗൈസ് വരൂ, യു എ വളരെ മനോഹരമാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.